മുത്തശ്ശ, എനിക്ക് മടുത്തു. ഈ ചന്ദ്രസേനന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. മുത്തശ്ശ എല്ലാം കാണുന്നില്ലേ? അനുപമ ഒരു വാക്ക് പറഞ്ഞാ മതി. ബെൽറ്റ് പോകുമ്പോ അവനെ തട്ടുന്നേരെ ഞാൻ ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. അയാൾ ഇവിടെ കയറി വിലസുന്നതിന്റെ ഉത്തരവാദി താനാ. ഞാനോ? ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. വക്കീല പറഞ്ഞിട്ട് എന്താ കാര്യം? ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. ഓ, അപ്പൊ ബുദ്ധിയില്ല, ബോധമില്ല. മോള് വിഷമിക്കാതിരി, മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാണ്ടായി മുത്തശ്ശ. ആരെന്ത് പറഞ്ഞാലും സത്യാവസ്ഥ എനിക്കറിയാമല്ലോ. എനിക്ക് നിന്റെ വിശ്വാസമാണ്. അല്ല, നമുക്ക് എല്ലാവർക്കും കുറച്ചു നാളെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാ മനസ്സിനൊരു ആശ്വാസം കിട്ടിയേനെ. എങ്കിലെന്റെ വീട്ടിൽ വന്ന് നിന്നോളൂ. അനുവിനൊരു മുൻപരിചയമാവും. നാട്ടുകാരും ചന്ദ്രസേനെ പിന്നെയും സഹിക്കാം, നിന്റെ തള്ള സഹിക്കാനാ പാട്. എന്റെ കല്യാണത്തോട് അമ്മ പേര് നിർത്തും. പേരല്ല, പോര്. അതൊരിക്കലും നടക്കില്ല. ഈ വയസ്സാം കാലത്ത് തനിക്ക് ആര് പെണ്ണ് തരാനാ? പതുക്കെ പറ മുത്തച്ഛ. അന്ന് ജോലിക്ക് പോയിരുന്നെങ്കില് ഇനിയിപ്പൊ ആലോചിച്ചിട്ട് എന്താ കാര്യം? സമയം തീർന്നിട്ടില്ല. ജോയിൻ ചെയ്യാൻ ഇനിയും 2 ദിവസം ബാക്കിയുണ്ട്. ഞാൻ പറഞ്ഞ മൂപ്പരനുസരിക്കും. കൊച്ചുമോളുടെ ആഗ്രഹമല്ലേ, സമ്മതിക്കും മുത്തച്ഛ. പ്ലീസ്. നാളെ തന്നെ പുറപ്പെടാനുള്ള ഏർപ്പാട് ചെയ്തോളൂ. താങ്ക്സ് പറയേണ്ടത് എനിക്കാണ്. ഏയ് മിസ്റ്റർ, എന്നോട് പ്രതികാരം ചെയ്യാനല്ലേ താൻ ഈ മാവിന്റെ ചോട്ടില് മേലോട്ട് നോക്കി കിടക്കണത്? ബസ്സിൽ പിടിച്ചു നിൽക്കാതെ മാഡത്തിനെ കസരയിട്ട് കൊടുക്കണോ? നടക്കില്ല. നടക്കണ്ട, ഇരിക്കാം. വാശി മേനോൻ മഠത്തിലെ അനുപമയുടെ അടുത്ത് നടക്കില്ലെന്നാ പറഞ്ഞത്. അനുപമയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എന്നെ. അതിലാരൊക്കെ ബലിയാടുകളായി പോയി. ഞാനല്ല, താൻ. എനിക്കതിൽ കുറ്റബോധമില്ല. തന്റെ ഈ ഇരിപ്പ് എനിക്കിപ്പോ ഹെൽപ്പായി. നാളെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യും, എയർ ഹോസ്റ്റസ് ആയിട്ട്. ഗുഡ് ബൈ. മുറിക്കോ? ഈ മാ മുറിച്ചോണ്ട് പോയ സ്ഥലം ഇടാൻ നോക്ക. കാലനല്ല, ലാലൻ. ഓ, ലാലനെങ്കിൽ ലാലൻ. നീ ഒന്ന് ആ പെണ്ണ് തന്റെ ലൈനാണല്ലേ? എങ്ങനെ മനസ്സിലാക്കി? വളർത്തു നാഹിയെ പോലെ വാലാട്ടിയുള്ള നടത്തവും വേലക്കാരന്റെ പെരുമാറ്റം കണ്ടപ്പോ തോന്നി. ആ തോന്നല് ശരിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവൾ എന്റെ ബീവിയാണ്. ബീവി നമ്പർ 1. അവളുടെ ആഗ്രഹം പോലെ ഹണിമൂൺ യൂറോപ്യൻ കൺട്രീസിലാണ് ഞങ്ങൾ പറക്കും. അവള് ജോലിക്ക് പോയാലേ തന്റെ സ്വപ്നമെല്ലാം പറക്കും, ഭൂകമ്പം പോലെ തകരും. അതിനാകാശത്ത് ഭൂകമ്പം നടക്കില്ലല്ലോ. ഈ പൈലറ്റുമാരുടെ സ്വഭാവം ഒന്നും തനിക്ക് അറിയില്ല മോനെ. ചില പൈലറ്റുമാര് അവളെ വിമാനം പൊക്കുന്ന പോലെ പൊക്കും, പിന്നെ നിലം തൊടിക്കില്ല. നല്ല ബെസ്റ്റ് പീസ് അല്ലേ? ആകാശത്തായതുകൊണ്ട് ഈ ചോറും പറയില്ല. അതോടെ അവൾ ആരുടെയോ ബീവി നമ്പർ 1, താൻ പൊട്ടൻ നമ്പർ 1.